പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ 33 ഇഞ്ച് വണ്ണമുള്ളതും ഒരു 13.5 ഇഞ്ച് ഇറക്കം ഉള്ളതും ആയ ബാക്ക് നെക്ക് ഒരു മോഡൽ നെക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കൂടുതലും നമ്മൾ ഫങ്ഷനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലൗസുകൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നും വെട്ടിയെടുക്കാമെന്നും അതിൻ്റെ ബാക്ക് നെക്ക് കുറച്ച് മോഡലായതുകൊണ്ട് ഷോൾഡർ വൈഡ് ചെയ്ത് പോകാതെ നമുക്ക് എങ്ങനെ വെട്ടാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. നമുക്ക് അതിൻ്റെ ഒരു കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി തന്നെ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് ഹെമ്മിങ്ങിന് നമ്മൾ ബാക്ക് നെക്ക് കൊടുത്തിട്ട് 13.5 ഇഞ്ച് ലെങ്ത് എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്ന പോലെ രണ്ടിടത്ത് മാർക്ക് ചെയ്യണം. രണ്ടിടത്ത് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ യഥാക്രമം നമ്മൾ 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 11 ഇഞ്ച് ഒരു 4 ഇഞ്ചും കൂടെ കുറച്ച് 10.75 നമ്മൾ മാർക്ക് ചെയ്യുന്നു. കാരണം മോഡൽ നെക്ക് ആയതുകൊണ്ട് വൈഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. 5.25 ഇഞ്ച് നമ്മൾ കൈക്കുഴി കൊടുത്താൽ മതി. കാരണം ബാക്കിനേക്ക് ഒരു ശക്കലം ഇറങ്ങിയതാണ്. അപ്പോൾ ഷോൾഡർ കുറച്ചും കൂടെ നമ്മൾ വൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 33 ഇഞ്ചാണ് വണ്ണം. 33ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 37. 37ൻ്റെ 4-1 9.25 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇടുപ്പ് വണ്ണം തീർത്തും കുറവാണ്, 28 ഉള്ളൂ. അത് നമ്മൾ 7 ഇഞ്ച് 4-1 ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യാം. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. 1.25 ഇതെങ്ങനെ മാർക്ക് ചെയ്യണം. ഇനി ഈ കൈക്കുഴിയുടെ കറക്റ്റ് സെൻറ്ററിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ 5.25 പകുതി 2.5 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അത് ഈ പോയിൻറ്റിന് ഇങ്ങനെ വൈഡ് ചെയ്ത് വിടണം. കൈക്കുഴിയുടെ ഭാഗം നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഒരു മോഡൽ കട്ടിങ്ങിലേക്ക് പോവുകയാണ്. നോക്കാം. അതിന് നമ്മൾ മേളിൽ കൊടുക്കുന്നത് 2 ഇഞ്ച്. ആദ്യം 2 ഇഞ്ചിലും 7.5 ഇഞ്ചിലും കറക്റ്റ് ഒരു സ്ക്വയർ ആദ്യമേ വരും. മനസ്സിലാവും. ഈ സ്ക്വയർ വരച്ചിട്ടാണ് നമ്മൾ മോഡൽ കട്ടിങ്ങിലേക്ക് പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ, അതായത് 7.5യുടെ കറക്റ്റ് സെൻറ്റർ 3.25 ആദ്യമേ മാർക്ക് ചെയ്യണം. 3.25 ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു വര കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വരയും വരച്ചു. എപ്പോഴും ഓർത്തോണം, ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് കൊടുത്തിട്ട് ആ മാർക്കിൽ നിന്ന് നമ്മൾ ഇതാണ് ഇത് മോഡൽ നെക്ക്. മനസ്സിലായോ? ഇങ്ങനെ വരും. അപ്പോൾ ഇതേ മോഡൽ അഴിച്ചെടുക്കുകയും പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിലും ഇതിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ മോഡലിനൊക്കെ ഞാൻ വെട്ടിയിട്ട് നിങ്ങൾക്ക് ആ മോഡൽ ഒന്ന് കാണിച്ചു തരാം. ബാക്കിനൊക്കെ ഏത് രീതിയിൽ ഇരിക്കുമെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒരു ബോധ്യം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്റർ അത് വരച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാമെന്നുള്ള കാര്യം ഇട്ടെന്ന് ഓർക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ മോഡൽ നെക്കിൻ്റെ യഥാർത്ഥമായ ഒരു കണക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ മോഡൽ നെക്ക് ഞാൻ നോട്ട് തരാം. ഇതാണ് ഈ ബാക്ക് നെക്കിൻ്റെ മോഡൽ. അപ്പം ഈ തുല്യമായ അളവുകളും ഇതിൻ്റെ താഴ്ചയും തമ്മിൽ ഞാൻ കൊടുത്ത പോലെ എപ്പോഴും അത് പ്രത്യേകം നോക്കണം. ഇനി ഇവിടെ നമുക്കൊരു കെട്ട് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ വർക്കുകൾ ഒരുപാട് ചെയ്യാം. അപ്പോൾ മോഡൽ നെക്ക് വെട്ടുമ്പോൾ പ്രത്യേകം ഈ കാര്യങ്ങൾ പറഞ്ഞ കണക്കുകൾ പ്രത്യേകം നോക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് കട്ടിങ്ങിലേക്ക് പോകാം. ഫ്രണ്ട് കട്ടിങ്ങിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ആദ്യം തുണി ഇതുപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും വെട്ടുന്ന പോലെ തന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലും നമ്മളൊരു മോഡൽ നെക്ക് കൊടുക്കുന്നുണ്ട്. അതും ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ തന്നെ 1.5 നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു വര വരയ്ക്കണം. വരച്ചിട്ട് ഈ ബാക്ക് പീസ്
ഈ വരയിൽ ഇങ്ങനെ ഒപ്പം ഇടണം, തയ്യൽ തുമ്പ് ചേർത്ത് തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് ഇതാ 4 ഇഞ്ച് ഇവിടെയും തള്ളി ഒരു മാർക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ വരച്ചിട്ട് 5.25 സ്ക്വയർ വരച്ചോണം. നെക്കിനെ ഇങ്ങനെ തന്നെ സ്ക്വയർ വരച്ചിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിലേക്ക് മോഡലിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് ബെൽറ്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വര കൊടുത്തു. എന്നിട്ട് ഈ ബാക്ക് പീസ് താത്തിട്ടിട്ട് എപ്പോഴും 3 ഇഞ്ച് നമ്മൾ ഇതിന് കൊടുക്കണം, ഫ്രണ്ടിന് കൊടുക്കണം. ഒന്നുകൂടൊന്ന് വ്യക്തമായിട്ട് തന്നെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. ഇനി 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇവിടെ വരണം. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് പീസ് അങ്ങ് മാറ്റിയിട്ട് ബാക്ക് പീസ് വെട്ടി തന്നെ നമുക്കങ്ങ് മാറ്റാം കേട്ടോ. അതാണ് കുറച്ചും കൂടെ ഉചിതം. അതാണ് ബാക്ക് പീസ് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്കത് വെട്ടി തന്നെ ഇതെടുക്കാം. എന്നിട്ട് ഫ്രണ്ട് മോഡൽ വെട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ക്യാമറ ഇടയ്ക്ക് കുറച്ച് താന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മളിങ്ങനെ വെട്ടിപ്പോണം. സൈഡിൽ തന്നെ ഇങ്ങനെ തന്നെ വെട്ടുക. പിന്നെ നമുക്ക് ബാക്ക് പീസ് മാറ്റാം. ഫ്രണ്ട് മോഡൽ നെക്കായതുകൊണ്ട് പ്രത്യേകം നമ്മളത് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നമ്മൾ 1/2 ഇഞ്ച് ഇവിടുന്ന് മാറ്റി ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് രണ്ടിടത്ത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഈ 1/2 ഇഞ്ച് കൊള്ളിച്ച് ടേപ്പ് വെച്ചിട്ട് 9.5 ഇഞ്ച് ഡാട്ടിന് മാർക്ക് ചെയ്യണം. ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു വരച്ചിട്ട് 2.25 മതി നമുക്ക് ഫുൾ ഡാട്ട്. അതിൻ്റെ പപ്പാതി ഇവിടെ കൊടുക്കുന്നു. ഇങ്ങനൊരു മാർക്ക് ആദ്യമേ ചെയ്തു വെക്കുന്നു. ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗത്ത് 3/4 ഇഞ്ച് ഇറക്കണം. ഇവിടെ 3/4 ഇഞ്ച് ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഈ 3/4 കൊള്ളിച്ച് ഇങ്ങനെ ഇട്ടാൽ കറക്റ്റ് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബെൽറ്റ് പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം ബെൽറ്റ് പീസ്. ഇനി ബെൽറ്റ് പീസ് നമ്മൾ ചെയ്യുന്നത് 1/2 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് 28ൻ്റെ 4/1 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ക്രോസിലിങ്ങനെ വരയ്ക്കണം. ക്രോസിൽ 1.25 പടിയും കൂടെ തള്ളിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുണ്ടാകും. ബെൽറ്റ് പീസ് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാം. 4 ഇഞ്ച് ഇവിടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഷേപ്പ് ചെയ്യണം. അപ്പം നമുക്ക് ബാക്ക് പീസും റെഡിയായി, ബെൽറ്റ് പീസും നമുക്ക് റെഡിയായി. ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ മോഡൽ നെക്കിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഭാഗം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, ബാക്ക് വെട്ടിയ പോലെ തന്നെ കറക്റ്റ് 5.5 സെൻറ്റർ 2.25 ഇവിടെ മാർക്ക് ചെയ്യുന്നു. ചെയ്തിട്ട് ഈ ലൈനിൽ നിന്നും 1/2 ഇഞ്ച് മാറ്റി, ഇവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഒരു ചെറിയ ഓവലിലാണ് ഇത് വരുന്നത്. ചെറിയ ഓവലിൽ ഇങ്ങനെ വരുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് മോഡലായി. ഇവിടം വെട്ടുമ്പോൾ ചെറിയൊരു ഓവലിൽ വേണം ഇവിടെ. അതാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൽ നമുക്ക് മോഡൽ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടും നമ്മൾ വെട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയുവാണെങ്കിൽ 3/4 ഇഞ്ച് ഈ ഭാഗത്ത് നമ്മൾ എടുത്തു കളയുന്നു, 3/4 ഇഞ്ച് ഇവിടെയും എടുത്തു കളയുന്നു. ഈ രണ്ട് സൈഡിലും 3/4 വീതം എടുത്തു കളയണം. അതെങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക. ഇതുണ്ട് ഇങ്ങനെ 3/4 ഇഞ്ച് എടുത്തു, ഇങ്ങനെ 3/4 ഇഞ്ച് എടുത്തു. ഇനി
1.25 ഇഞ്ച് താഴ്ത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഫ്രണ്ട് എടുത്ത് കളയണം. ഇതുപോലെ തന്നെ. അപ്പം ഞാൻ ആ ഫ്രണ്ട് എടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കത്രിക പിടിക്കുന്നതൊക്കെ ഇതാ ഇങ്ങനെ. കറക്റ്റ് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻട്രൽ ഡാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മെയിൻ ഡാട്ടിൽ നിന്നും 1/2 ഇഞ്ച് കയറി നിൽക്കുന്നത് പോലെ 3.25 ഇഞ്ച് നമ്മൾ ഡാട്ട് കൊടുക്കും. കാരണം 33 ഇഞ്ചല്ലേ നമുക്ക് വണ്ണമുള്ളൂ. കൊടുക്കുന്നു. ഇനി ഇതുകൂടാതെ 1.25 ഇഞ്ച് ഈ ഡാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പോലെ കൈക്കുഴി ഡാട്ടും നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ഫ്രണ്ട് ക്ലിയറായി. മോഡൽ നെക്കാണ്. ഡാട്ട് മാർക്ക് ചെയ്യുന്നു. ബെൽറ്റും ക്ലിയറായി, ഫ്രണ്ടും ക്ലിയറായി, ബാക്ക് പീസ് വെട്ടി. ഇനി നമുക്കൊരു ഷോർട്ട് കൈയാണ്. ഷോർട്ട് കൈ വെട്ടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് കൈക്കുഴി തീർന്ന് കിട്ടേണ്ടത്. മനസ്സിലായി? 33 ആണെങ്കിൽ 8.25 1 ഇഞ്ച് കുറച്ച് 7.25 ഇല്ലെങ്കിൽ 7 നമുക്ക് തീർന്ന് കിട്ടണം. 5.5 ഇഞ്ച് കൈ നീളം ഇതാ മാർക്ക് ചെയ്തു. ഇപ്പോൾ കയ്യിലൊക്കെ നമുക്ക് വർക്കുള്ള കൈയാണ്. ഇത് മാർക്ക് ചെയ്യും. എന്നിട്ട് 10 ഇഞ്ച് കൈയുടെ അടിവശത്തെ ലൂസ് മാർക്ക് ചെയ്യണം. 1.5 ലൂസ്. ഇനി നമുക്ക് 7.5 ഇല്ല 7.25 തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ ഇങ്ങനെ, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇപ്പം ഒരു കാരണവശാലും നമ്മൾ കൈ വെട്ടത്തില്ല. കൈ വെട്ടുന്നത് നമ്മുടെ ബാക്ക് പീസിൻ്റെ കൈക്കുഴിയുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബാക്ക് പീസ് എടുത്തു. ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ ഇതുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് കയ്യിൽ തുമ്പ് കൊടുത്തിട്ട് കൈ നമ്മളിങ്ങനെ വെച്ച് നോക്കാം. കൈക്കുഴി എത്രത്തോളം കറക്റ്റാണ്. കണ്ടോ? ഇങ്ങനെ 1/2 ഇഞ്ച് ഇവിടെ തള്ളി ഇങ്ങനെ തള്ളി ഇങ്ങനെ പിടിച്ച് നോക്കാം. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് കൈക്കുഴി കൂടുതലും കുറവും വരത്തില്ല, കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ വെട്ടി കൈക്കുഴി ഇങ്ങനെ വെട്ടി 1.25 ഇഞ്ച് നമ്മൾ ഹെമ്മിങ്ങിന് തുമ്പിട്ടു. ഇവിടെ നമ്മൾ മാർക്ക് കൊടുക്കണം. കാരണം ഷോർട്ട് സ്ലീവാണ്. അത് അവർക്ക് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന കാര്യം ഞാൻ പ്രത്യേകം എന്നും പറഞ്ഞിട്ടുണ്ട്. 1.25 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. 2 ഇഞ്ച് ഇവിടെയും കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് 3/4 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടുന്നത് പോലെ വെട്ടുക. 2 നടുക്ക് 4.25 വന്നു. 2 ഒരു പോയിൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മാർക്ക്. നോക്കിക്കൂടെ വെട്ടുന്നത്. നമ്മളൊരു ട്രെൻഡിങ് ബ്ലൗസ്, അതായത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും മോഡലായിട്ടുള്ളത് വർക്ക് ചെയ്യുന്നത് ആയിട്ടുള്ള ബ്ലൗസാണ് ഇത്. വെഡ്ഡിങ് ബ്ലൗസിനൊക്കെ ചിലർ ഈ മോഡൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയുള്ളൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. അപ്പം ബാക്ക് പീസ് നമ്മൾ മോഡൽ വെട്ടി, ഫ്രണ്ട് പീസ് നമ്മൾ മോഡൽ വെട്ടി, ഡാട്ട് നമ്മൾ വെട്ടി, ഡാട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കാണിച്ചു, ബെൽറ്റ് പീസ് വെട്ടി, കൈ വെട്ടി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഈശ്വരൻ്റെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും സ്നേഹം നിറഞ്ഞ ബലിപെരുന്നാളിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക് യു.